കട്ടപ്പന കല്ലുകുന്ന് മേഖലയിൽ മാലിന്യം തള്ളൽ രൂക്ഷം. നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സഹകാർ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. കട്ടപ്പന വെള്ളയാങ്കുടി റൂട്ടിൽ നിന്നും കല്ലറയ്ക്കൽ ഓഡിറ്റോറിയത്തിന് സമീപത്ത് കൂടി കല്ലുകുന്നിനുള്ള റോഡിന് താഴെയാണ് മാലിന്യങ്ങൾ തള്ളുന്നത്. ചാക്കിൽ കെട്ടിയ രീതിയിലാണ് മാലിന്യങ്ങൾ കുന്നുകൂടുന്നത്. പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി. മാലിന്യത്തിൽ നിന്ന് ഉപ്പുതറ മാട്ടുത്താവളം സ്വദേശിയുടെ കരമടച്ച രസീതിന്റെ കോപ്പി ഉൾപ്പെടെ ലഭിച്ചു. കട്ടപ്പന നഗരസഭയുടെ കല്ലുകുന്ന് ഭാഗത്ത് കല്ലറയ്ക്കൽ രമേശേട്ടൻ്റെ പുരയിടത്തിൽ രാത്രികാലങ്ങളിൽ കൊണ്ട് വേസ്റ്റ് തള്ളുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് ഓരോരുത്തർ വിളിച്ചു പറയുന്നുണ്ട് വേസ്റ്റ് തള്ളുന്നുണ്ടെന്ന്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കട്ടപ്പന നഗരസഭയിലെ ഹെൽത്ത് ജീവനക്കാർ HS ഉൾപ്പെടെ വന്ന് ഇത് പരിശോധിക്കുകയും അതിനകത്തുനിന്ന് നമുക്ക് അഡ്രസ്സ് കിട്ടിയ ആളെ കണ്ടെത്താൻ സാധിച്ചിട്ടുമുണ്ട്. അതിന് നല്ല കർശനമായ നടപടി തന്നെ അവരുടെ മേലെ നമ്മൾ എടുക്കുന്നതായിരിക്കും. ഈ കട്ടപ്പന നഗരസഭ പ്രദേശം എന്ന് പറയുന്നത് നമുക്ക് ഭൂവിസ്തൃതി പല സ്ഥലങ്ങളിലും നമ്മൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്, ചില സ്വകാര്യ സ്ഥലങ്ങളുണ്ട്. ഈ സ്വകാര്യ സ്ഥലങ്ങളിൽ ഇപ്പോൾ മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് കണ്ടിരിക്കുകയാണ്. അത് പലപ്പോഴും പുതിയ വീട് പണിതിട്ട് പഴയ സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കടകളിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങൾ എല്ലാം കൊണ്ടുപോയി തള്ളുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒതുങ്ങിക്കിടക്കുന്ന സ്വകാര്യ ഭൂമിയിൽ കൊണ്ടുപോയി അവർ പോലും അറിയാതെ കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ട് പോകുന്ന ഒരു പ്രവണത വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്വകാര്യ പ്രോപ്പർട്ടികൾ ഒരു മാലിന്യം ശേഖരിക്കുന്ന ഒരു കേന്ദ്രമായി മാറുകയാണ്. ഇത് നഗരസഭ പലപ്പോഴും ഇത്തരത്തിൽ നഗരസഭ ഹെൽത്ത് സ്ക്വാഡ് പലപ്പോഴും പരിശോധന നടത്തി കണ്ടെത്തിയ ആളുകൾക്കെതിരെ നമ്മൾ നിലവിൽ ഫൈൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഒറ്റപ്പെട്ട പ്രദേശമാണ്, ഇവിടെ ഒരു ലൈറ്റിൻ്റെ സംവിധാനങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ സൗകര്യപ്രദമായിട്ട് രാത്രികാലങ്ങളിൽ കൊണ്ട് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അത് പിടിക്കുന്നതിന് ചില പരിമിതികളുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മുടെ ആരോഗ്യ വിഭാഗത്തിലെ സ്ക്വാഡ് നിരന്തരം ഈ കാര്യത്തിൽ പരിശോധന നടത്തി നമുക്ക് കണ്ടെത്തുന്ന ആളുകൾക്കെതിരെ കർക്കശമായ പിഴശിക്ഷ ഉൾപ്പെടെയുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഇത് വീണ്ടും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുകയാണ്. ഇത് നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് പോലും വളരെ ഉപദ്രവകരമായിട്ട് മാറുകയാണ്. അപ്പോൾ ഇവിടുത്തെ സമീപവാസികളുണ്ട്, ഇവിടെ നിന്ന് ഈ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഇവിടെ കൊണ്ട് തള്ളുമ്പോൾ ഇതിൽ നിന്ന് ഒലിച്ചിറങ്ങി അവരുടെ കുടിവെള്ള സ്രോതസ്സിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം പ്രവണതകളിൽ ഏർപ്പെടുന്ന ആളുകൾ ഇവിടുത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് കട്ടപ്പന നഗരസഭയിലെ ചില വാഹനങ്ങളിൽ പ്രൊട്ടക്ഷൻ എടുത്ത് അത് രാത്രികാലങ്ങളിൽ കൊണ്ടുവന്ന് അവർ ചെറിയ തുകയ്ക്ക് കൊണ്ടുപോയി ഇവിടെ കൊണ്ട് നിക്ഷേപിച്ചിട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരം പ്രവണത ആവർത്തിക്കുന്നത് ഗുരുതരമായ പ്രശ്നമാണ്. അത് നമ്മൾ അത്തരം കണ്ടെത്തുന്ന ആളുകൾക്കെതിരെ കർക്കശമായ നടപടി സ്വീകരിക്കും. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ഈ സ്വകാര്യ സ്ഥല ഉടമയോട് ഈ ഭാഗം നമ്മൾ ഫെൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തി അത് തടയിടുന്നതിന് അവരും കൂടി ശ്രമിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏതായാലും നമ്മൾ ഇന്ന് പരിശോധിച്ചപ്പോഴും അതിൻ്റെ അതിലുള്ള അഡ്രസ്സുകൾ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നഗരസഭയ്ക്ക് പുറത്തുള്ള ആളുകൾ പോലും ഇവിടെ കൊണ്ടുവന്ന് മാലിന്യം നിക്ഷേപിക്കുന്നതായിട്ടാണ് കാണുന്നത്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, ക്ലീൻ സിറ്റി മാനേജർ ജിൻസിറിയക്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ അനുപ്രിയ KS എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടത്തിയത്. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ മരുന്നുകൾക്കും 15 മുതൽ 60% വരെ വിലക്കുറവ്. സഹകാർ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. ഒരു ഫോൺ കോളിൽ മരുന്നുകൾ ഇനി വീട്ടിലെത്തും. ജനറിക് മരുന്നുകൾക്ക് 70% വിലക്കുറവ്. ബ്രാൻഡഡ് മെഡിസിൻസ്, ഫുഡ് സപ്ലിമെന്റ്സ്, സർജിക്കൽ ഐറ്റംസ്, പെറ്റ് ഫുഡ്, ആയുർവേദിക് മെഡിസിൻസ്, കോസ്മെറ്റിക് ഐറ്റംസ്, മെഡിക്കൽ എക്യുപ്മെന്റ്സ്, ബേബി കെയർ പ്രൊഡക്ട്സ്. രാത്രി 2 മണി വരെ ഞങ്ങളുടെ ഷോപ്പിൽ നിന്നും മരുന്നുകൾ ലഭ്യമാണ്. കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരത്തോടെ സഹകാർ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന.